എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. 1/2 കിലോ വഴുതനങ്ങ നന്നായി കഴുകിയിട്ട് അല്പം വലിപ്പത്തിൽ ഒരു പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക. 2-3 തവണ വെള്ളത്തിൽ കഴുകി കറയൊക്കെ കളഞ്ഞ് മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഏതുതരം വഴുതനങ്ങയും മെഴുക്കുവരട്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി കഴുകിയെടുത്ത വഴുതനങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് ഇളക്കി ഉപ്പ് പിടിക്കാനായി 5 മിനിറ്റ് വെക്കുക. വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായി ഒരു ഫ്രൈയിങ് പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 15 ചെറിയ ഉള്ളി 4ആയി കീറിയത്, 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് 2 മിനിറ്റ് വഴറ്റുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ 2 ചെറിയ സവാള സ്ലൈസായി അരിഞ്ഞത് ചേർത്താലും മതി. ചെറിയ ഉള്ളി അല്പം വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് നന്നായി അരിച്ചെടുത്ത് ചേർക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇടുക. വഴുതനങ്ങ വെച്ചിരുന്ന പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. വഴുതനങ്ങ നന്നായി ഇളക്കി 3 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് വേവിക്കുക. മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.